ഹായ് ഓൾ. സോ കോറിലേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോറിലേഷൻ അതിൻ്റെ പേര് പോലെ തന്നെ റിലേഷൻഷിപ്പാണ്, ബന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുമ്പം രണ്ടോ അതിൽ കൂടുതലോ കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഡെഫിനിഷൻ പറയുന്നത് നോക്കൂ. 2 variables are said to be correlated if the changes in one variable results in a corresponding change in the other variable. സോ 2 വേരിയബിൾ കോറിലേറ്റഡ് ആണെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വേരിയബിളിന് ഉണ്ടാവുന്ന മാറ്റം അതിനനുസരിച്ച് തന്നെ അടുത്ത വേരിയബിളിനും മാറ്റം ഉണ്ടാവും. അപ്പോഴാണല്ലോ തമ്മിൽ ബന്ധമുണ്ടാവുക. ദാറ്റ് ഈസ് വെൻ 2 variables move together we say they are correlated. For example, when the price of a commodity rises, the supply for that commodity also rises. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്താവുന്നു? സപ്ലൈ ഓൾസോ റൈസസ്. അതേപോലെ തന്നെ എന്താണ്? ബോത്ത് വേരിയബിൾസ് മൂവ് ടുഗദർ ദേ ആർ കോൾഡ് ഓക്കെ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് പ്രൈസ് ഫോൾസ് ദ സപ്ലൈ ഓൾസോ ഫോൾസ്. നിങ്ങൾക്കറിയാം പ്രൈസും സപ്ലൈയും തമ്മിൽ എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ ബോത്ത് വേരിയബിൾസ് മൂവ് ടുഗദർ ഓർ ദേ മൂവ് ഇൻ സിമ്പതി. ഹെൻസ് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ കോറിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. സോ പ്രൈസും സപ്ലൈയും തമ്മിൽ റിലേഷൻ ഉണ്ട്, തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിൻ്റെ മാറ്റത്തിനനുസരിച്ച് മറ്റതിൻ്റെയും മാറ്റം സംഭവിക്കുന്നുണ്ട്. ദെൻ കോറിലേഷൻ ആൻഡ് കോസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നുമില്ല, അത് കോറിലേഷൻ യൂഷ്വലി ഇംപ്ലൈസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ്. ഫോർ എക്സാമ്പിൾ, എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഈസ് ദി കോസ് ഫോർ എ ചേഞ്ച് ഇൻ ഡിമാൻഡ്. അപ്പോൾ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ചിനൊരു കാരണമാവാം. അതേപോലെ അപ്പം തമ്മിൽ എന്തുണ്ട്? ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതന്നെ അത് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ കാഷ്വൽ കണക്ഷൻ ബിറ്റ്വീൻ ദ 2 വേരിയബിൾസ്. ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അവിടെ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. കോറിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. 2 variables are said to be correlated if the changes in one variable results in the corresponding changes in the other variable. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ആണ്. ഏതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് കോറിലേഷൻസ് ഉള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫസ്റ്റ് ടൈപ്പാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, സെക്കൻഡ് ടൈപ്പാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, തേർഡ് ടൈപ്പാണ് സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷനിൽ പറയുന്നത് കോറിലേഷൻ ക്യാൻ ബി ഏതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വെൻ ദ വാല്യൂസ് ഓഫ്, ഇത് ആക്ച്വലി നിങ്ങൾ വായിച്ച് നോക്കേണ്ട സാധനമാണ്, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രം. കോറിലേഷൻ വെൻ ദ വാല്യൂസ് ഓഫ് 2 variables മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. താഴത്തെ എക്സാമ്പിൾ വെച്ച് പറയുമ്പം കാര്യം ഓക്കെ ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ആ നോട്ട്സ് വായിച്ച് നോക്കുക. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിളിന് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള 4 ടേബിളാണ് തന്നിരിക്കുന്നത്. ഇൻ എക്സാമ്പിൾ 1 ബോത്ത് എക്സ് ആൻഡ് വൈ ഇൻക്രീസ് അല്ലേ. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 30 35 ആവുന്നു, 35 42 ആവുന്നു, 42 60 ആവുന്നു, 60 65 ആവുന്നു. ദെൻ അതിനനുസരിച്ച് തന്നെ വൈൻ്റെ വാല്യൂ എന്താവുന്നു? 15 20 ആവുന്നു, 20 22 22 27 27 30 ആവുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് പറയാം ഈ ഒരു ഫസ്റ്റ് ടേബിളിനകത്ത് നമ്മൾ എക്സും വൈയും എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ടേബിൾ നോക്കൂ. എക്സ് വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂസും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? കുറഞ്ഞ് തന്നെയാണ് വരുന്നത്. അപ്പം അവിടെയും നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. കാരണം ഒന്നിനുണ്ടാവുന്ന മാറ്റം അതേപോലെ തന്നെയാണ് അടുത്ത വേരിയബിളിനും ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് പറയാം അത് തമ്മിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന്. ഇനി മൂന്നാമത്തെ ടേബിൾ നോക്കി നോക്കൂ. എക്സ് വാല്യൂസ് 30 35 ആവുന്നു, അതായത് കൂടിയാണ് വരുന്നത്. വൈ വാല്യൂസോ 30 25 ആവുന്നു, കുറഞ്ഞു വരുന്നു. അപ്പോൾ എക്സ് വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. സോ ഓപ്പോസിറ്റായി മാറുന്നുണ്ട്. അപ്പോഴാണ് അത് എന്താവുക? നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആവുന്നത്. അപ്പോൾ ടേബിൾ 3 പ്രകാരം അത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ഇനി ടേബിൾ 4 നോക്കൂ. എക്സ് വാല്യൂസ്
കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് വൈ വാല്യൂസ് കൂടി വരുന്നു. സോ ഓപ്പോസിറ്റ് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. സോ ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരേ രീതിക്കാണ് തമ്മിലുണ്ടാവുന്ന മാറ്റമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് കൂടുന്നതിനനുസരിച്ച് അടുത്തതും കൂടുകയാണ്, അല്ലെങ്കിൽ ഒന്ന് കുറയുന്നതിനനുസരിച്ച് അടുത്തതും കുറയുകയാണെങ്കിൽ നമുക്ക് പറയാം അത് പോസിറ്റീവാണെന്ന്. ഇനി ഒന്ന് കൂടുന്നതിനനുസരിച്ച് അടുത്തത് കുറയുകയാണെങ്കിൽ, ഓപ്പോസിറ്റായി മാറുകയാണെങ്കിൽ അത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. സോ അത് വെച്ചിട്ട് മുകളിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷനെ കുറിച്ചാണ് പറയുന്നത്. കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. When the amount of change in one variable leads to a constant ratio of change in the other variable, correlation is said to be linear. അതായത് എക്സാമ്പിൾ നോക്കൂ, അപ്പോൾ ക്ലിയർ ആയിരിക്കും. എക്സ് വൈ, എക്സിൻ്റെയും വൈൻ്റെയും ഡാറ്റാസ് തന്നിട്ടുണ്ട്. എക്സ് 20 ആകുമ്പം വൈ 30 ആണ്, എക്സ് 25 ആകുമ്പോൾ വൈ 37.5 ആണെന്നുള്ള രീതിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇൻ ദിസ് റിലേഷൻഷിപ്പ് ദർ ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആസ് ദേ ആർ ഇൻ ദി റേഷ്യോ 2:3. അപ്പോൾ 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് തന്നിരിക്കുന്ന ഡാറ്റാസ് മുഴുവൻ ഉള്ളത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. 30:45 എന്ന് പറയുന്നത് 2:3 ആണ് ചെറുതാക്കുന്ന സമയത്ത്. 40:60 എന്ന് പറഞ്ഞാലും 2:3 റിലേഷൻഷിപ്പിലാണ്. സോ കംപ്ലീറ്റ് ഡാറ്റാസും 2:3 എന്ന് പറയുന്ന ഒരു ലീനിയർ റിലേഷൻഷിപ്പിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർ കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്തരം ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല എക്സ് ആൻഡ് വൈ പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അപ്പം ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ അതിനൊരു റേഷ്യോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ റേഷ്യോ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറിലേഷൻ, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ കോറിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോറിലേഷൻ്റെ ഡെഫിനേഷൻ എഴുതേണ്ടി വരും. അതേപോലെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറിലേഷനും എഴുതേണ്ടി വരും. അപ്പോൾ ഇനി സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഇഫ് ദർ ആർ ഓൺലി 2 വേരിയബിൾസ് ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി സിമ്പിൾ. ഓക്കെ, 2 വേരിയബിൾസ് മാത്രമാണുള്ളതെങ്കിൽ, അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള കോറിലേഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആകെ 2 വേരിയബിൾസേ അവിടെ വരുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അത് സിമ്പിളായിരിക്കും. ഇനിയിപ്പോൾ ഒരു 1 വേരിയബിൾ റിലേറ്റഡ് ടു നമ്പർ ഓഫ് അതേഴ്സ് ആണെങ്കിൽ, ഒരു വേരിയബിൾ ഒരു 3-4 വേരിയബിൾസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ കോറിലേഷൻ എന്ന് പറയുന്നത് എന്തല്ല, സിമ്പിളല്ല, മൾട്ടിപ്പിളോ പാർഷ്യലോ ആയിരിക്കാം. അപ്പം എക്സാമ്പിളായിട്ട് അവർ പറയുന്നുണ്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈൽഡ് ആൻഡ് ബോത്ത് റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ടുഗദർ ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അതായത് നമ്മളൊരു നമ്മളൊരു കൃഷി ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കൃഷി ചെയ്യുന്നതിലുണ്ടാകുന്ന ഒരു വിളവിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് റെയിൻഫോളിനെയും ടെമ്പറേച്ചറിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഒരു സാധനം ബാക്കിയുള്ള 2 എണ്ണത്തിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി അതിലേതെങ്കിലും ഒന്ന് ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഫിക്സഡ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു പാർഷ്യൽ കോറിലേഷനാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 1 വേരിയബിൾ വിത്ത് 1 ഓഫ് ദി അതർ വേരിയബിൾ റെസ്യൂമിങ് ദാറ്റ് ദി അതർ വേരിയബിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് പാർഷ്യൽ കോറിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ മെത്തേഡ്സാണ് കോറിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്ന ഒരു മെത്തേഡ് പറയുന്നുണ്ട്. അത് കൂടാതെ ഗ്രാഫിക് മെത്തേഡ് പറയുന്നുണ്ട്. പിന്നെ 3ാമത്തെ മെത്തേഡാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും. സോ സ്കാറ്റർ ഡയഗ്രം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, നോക്കുക, സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നതും ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നതും അപേക്ഷിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക്ക് മെത്തേഡാണ്. ഓൾജിബ്രൈക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇക്വേഷനൊക്കെ വെച്ചിട്ട് എക്സും വൈ ഒക്കെ വെച്ചിട്ടൊക്കെ പ്രോബ്ലം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രം ഒക്കെ ഗ്രാഫിക്കലാണ്. അപ്പോൾ അവിടേക്ക് ഗ്രാഫ് വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൽ എക്സ് വൈ ആക്സിസ് ഉണ്ടാവും. അതിനകത്ത് നമ്മളെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ബേസ് ചെയ്തിട്ട് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യും. എക്സും വൈയും തമ്മിലുള്ള ഡോട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ
അതിൻ്റെ കോറിലേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെറ്റ് അനുസരിച്ച് എക്സ് വൈ മാർക്ക് ചെയ്തത് നോക്കുക. സെറ്റ് 1നെ സംബന്ധിച്ച് എക്സ് വൈ മാർക്ക് ചെയ്തത് 5ന് കറസ്പോണ്ടിങ് 6 മാർക്ക് ചെയ്തു, പിന്നെ 8ന് കറസ്പോണ്ടിങ് 10, അങ്ങനെ ആക്സിസിനകത്ത് വാല്യൂസ് മാർക്ക് ചെയ്തു. അപ്പം മാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഡോട്ടിട്ട ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ സെക്കൻഡ് സെറ്റ് വെച്ചിട്ട് എക്സ് വൈ ആക്സിസിൽ ഡോട്ട് മാർക്ക് ചെയ്തതാണ് സെക്കൻഡ് ഡയഗ്രത്തിൽ. ദെൻ തേർഡ് സെറ്റ് ബേസ് ചെയ്തിട്ട് എക്സ് വൈ ആക്സിസിൽ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഇനി നോക്കുക. ഇവിടെ ഫ്രം ദ 3 scatter diagram we can conclude that there is positive correlation between x and y in the set 1 and there is a negative correlation between x and y in the set 2. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? അവിടുത്തെ ഡോട്ട് ഇട്ടത് എന്താണ്, ഇൻക്രീസിങ് ആയിട്ടാണ് പോകുന്നത് അല്ലേ? ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയിട്ടാണ് പോകുന്നത്, അതായത് ഇങ്ങനെയാണ് ലൈൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റിനകത്തോ അത് നെഗറ്റീവ് കോറിലേഷനാണ്, കാരണം അതിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഡോട്ട്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി മൂന്നാമത്തതിൽ എന്താണ്, ഡോട്ടുകൾ ഇങ്ങനെ മിക്സായിട്ട് പല സ്ഥലങ്ങളിലാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് പറയാം ഒരു കോറിലേഷനും ഇല്ല എന്ന് പറയാം. അങ്ങനെ മാർക്ക് ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഡോട്ട്സ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ ഒന്നും റിലേഷൻ ഇല്ലയെന്ന്. പക്ഷേ ഈ ഡോട്ടുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ നോട്ട്സ് വായിച്ച് നോക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇനി സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ട്, ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഗ്രാഫിക് മെത്തേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാഫിക് മെത്തേഡും ജസ്റ്റ് വായിച്ചിടുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പം കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ കുറിച്ചുള്ള നോട്ട്സ് ഉണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉണ്ട്. കോറിലേഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് 3 മെത്തേഡ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫൈൻഡ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടായിരിക്കും എക്സാമിന് ചോദിക്കാം. അപ്പോൾ യൂസിങ് കാൾ പിയേഴ്സൺ മെത്തേഡ് എന്ന് പറയും, യൂസിങ് സ്പിയർമാൻസ് മെത്തേഡ് എന്ന് പറയും, യൂസിങ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് അവർ പറയും. ഏത് മെത്തേഡാണോ ഉപയോഗിക്കേണ്ടതെന്ന് അവർ പറയും. പക്ഷേ നിങ്ങളുടെ സിലബസ് പ്രകാരം സ്പിയർമാൻസ് മെത്തേഡും കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡും ചോദിക്കുന്നില്ല. അപ്പോൾ കാൾ പിയേഴ്സൺ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ അവർ കാൾ പിയേഴ്സൺ ചോദിക്കും. അപ്പോൾ അത് ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലത്തിൻ്റെ സെക്ഷൻ അടുത്ത ക്ലാസ്സിലാണ്. എനിവേ കാൾ പിയേഴ്സൻ്റെത് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ നോട്ട്സ് ഞാനൊന്ന് വായിച്ച് പറഞ്ഞുതരാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ആൻ ആൾജിബ്രൈക് മെത്തേഡ് ഓഫ് മെഷറിംഗ് correlation. Under this method we measure correlation by finding a value known as the coefficient of correlation using an appropriate formula. So ഒരു ഫോർമുല ഉണ്ട് കോയിഫിഷ്യൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡിലൊക്കെ തന്നെ. ആ ഫോർമുല പറഞ്ഞു തരും, അത് ബൈ ഹാർട്ട് ചെയ്യുക, അത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ correlation coefficient is a numerical value. This shows the degree of the extent of the correlation between two variables. Coefficient of correlation is a pure number lies between -1 and +1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് -1 +1 ഇടയ്ക്കായിരിക്കും. വെൻ ദ കോറിലേഷൻ ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് ലൈ ബിറ്റ്വീൻ -1 and 0. അപ്പോൾ -1 0 ഇടയ്ക്കാണെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. വെൻ ദ കോറിലേഷൻ ഈസ് പോസിറ്റീവ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, കോറിലേഷൻ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. സോ ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ടേബിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനനുസരിച്ചാണ് നിങ്ങളെ കോറിലേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ അതോ അവിടെ കോറിലേഷൻ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എന്തായാലും കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ -1നും 1നും ഇടയ്ക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ -1നും 0ക്കും ഇടയ്ക്കാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ ഒന്നും തന്നെ ഇല്ല. ഇനി 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ക്ലാസ് കേൾക്കുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.